ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് പുനരുദ്ധാനത്തിൽ വിശ്വസിക്കാത്ത സദുക്കായർ വന്നിട്ട് ഈശോയോട് ഒരു സംശയം ചോദിക്കുന്നതാണ്. പുനരുദ്ധാനത്തെ കുറിച്ചാണ് സംശയം ചോദിക്കുന്നത്. അവർ ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഈശോയുടെ അടുത്തേക്ക് വരുന്നത്. 7 സഹോദരന്മാർക്ക് കൂടി ഉണ്ടായിരുന്ന ഒരു ഭാര്യ പുനരുദ്ധാനത്തിൽ ആരുടെ ഭാര്യയായിരിക്കും എന്നുള്ളൊരു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഈശോ വളരെ വ്യക്തമായിട്ട് അവർക്ക് അതിന് മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ വായനയിലും രണ്ടാമത്തെ വായനയിലും സഭ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം പുനരുദ്ധാനത്തെ കുറിച്ച് ഉള്ള കാര്യമാണ്. ഇവിടെ ഒന്നാമത്തെ വായനയിൽ അല്ലെങ്കിൽ ലേഖന വായനയിൽ പൗലോസ്ലീഹ കൊറിന്തോസർക്ക് എഴുതുന്ന ലേഖനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ്, നശ്വരമായ കാര്യങ്ങള് അനശ്വരമായ കാര്യങ്ങളെ സ്വീകരിക്കുകയില്ല, അല്ലെങ്കിൽ അതിനെ സ്വന്തമാക്കുകയില്ല എന്ന് പറയുകയാണ്. എന്താണ് പൗലോസ്ലീഹ ഉദ്ദേശിക്കുന്നത്? നശ്വരമായ നമ്മുടെ ശരീരം അനശ്വരമായ ദൈവരാജ്യത്തെ സ്വന്തമാക്കുകയില്ല, അനശ്വരമായതിനെ സ്വന്തമാക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ആത്മാവ് നശിക്കാത്തതാണ്, അനശ്വരമാണ്. ശരീരം നശിക്കുന്നതാണ്, അത് അനശ്വരമല്ല. അപ്പൊ പൗലോസ്ലീഹ പറയുകയാണ്, ശരീരം സ്വർഗരാജ്യം സ്വീകരിക്കുകയില്ല, മറിച്ച് ആത്മാവാണ് സ്വർഗരാജ്യം സ്വന്തമാക്കുന്നത്. ഇത് തന്നെയാണ് സുവിശേഷത്തിലെ ഈശോ പറയുന്നതും. ഈ ഭാര്യയായിരുന്ന ഈ സ്ത്രീ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ മരണത്തിന് ശേഷം അവൾക്ക് ശരീരം ഉണ്ടാവുകയില്ല, ആത്മാവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് കാരണം അവരെല്ലാവരും തന്നെ മാലാഖമാരെ പോലെ ഇരിക്കുമെന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനഭാഗങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ അനശ്വരമായ നമ്മുടെ ആത്മാവിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കാനായിട്ട് നമുക്ക് മനസ്സിലാക്കും. കാരണം പൗലോസ്ലീഹ പറയുന്നത് പോലെ നശ്വരമായ നമ്മുടെ ശരീരം അനശ്വരമായ ദൈവരാജ്യം സ്വന്തമാക്കുകയില്ല, അനശ്വരമായ ആത്മാവെ അനശ്വരമായ സ്വർഗരാജ്യത്തെ സ്വന്തമാക്കുകയുള്ളൂ. മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള ഈ അറിവുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കാനുള്ള നമുക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.